ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? നാട്ടിലെത്തിയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഹെയർ സ്റ്റുഡിയോ ആണ് വിസിറ്റ് ചെയ്തത് കേട്ടോ. എൻ്റെ ഈ ചകിരി പോലെ ഇരിക്കുന്ന മുടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ മെനവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവിടെ വിസിറ്റ് ചെയ്തത്. എൻ്റെ ഇൻസെക്യൂരിറ്റീസിൽ ഏറ്റവും വലിയ ഒന്നാണ് ഈ ചകിരി പോലെ ഇരിക്കുന്ന മുടി. നമ്മൾ കഷ്ടപ്പെട്ട് കുളിയും നനയൊക്കെ കഴിഞ്ഞു പോയാലും എത്ര ദിവസമായി മോളെ കുളിച്ചിട്ട് എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ടാവും. അത് കേട്ടും അടുത്ത് ഇന്റേൺഷിപ്പിന്റെ സമയത്താണ് മുടി ആദ്യമായിട്ട് സ്മൂത്തൻ ചെയ്യുന്നത്. അതിനുശേഷം ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയെങ്കിലും ആഫ്രിക്കയിലെത്തിയതിനു ശേഷം 2 കൊല്ലത്തോളം ഞാൻ എൻ്റെ തലമുടി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ അത് ഒരുമാതിരിയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതിനു മുന്നേ ഞാൻ തൃശ്ശൂരുള്ള ഹെയർ സ്റ്റുഡിയോന്ന് സ്മൂത്തനിങ് ചെയ്തായിരുന്നു. അവിടുന്ന് അവരെനിക്കത് അടിപൊളിയായിട്ട് ചെയ്തു തന്നായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പട്ടാമ്പിലെ ഹെയർ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യുന്നത്. ഇവരുടെ കസ്റ്റമർ സർവീസ് ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത്ര അടിപൊളിയായിരുന്നു. ക്ലയൻസിന് അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അവിടെ കിടിലൻ ഓഫേഴ്സ് ഒക്കെ ഓൺഗോയിങ് ആയിരുന്നു. പക്ഷെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലായിരുന്നു എൻ്റെ അവസ്ഥ. മുടി കോല് പോലെ കിടക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ സ്മൂത്തനിങ് വേണ്ടാന്ന് വെച്ചിട്ട് ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷെ അവൻ എന്നെ നന്നായിട്ട് കൺവിൻസ് ചെയ്തു കേട്ടോ. ബൊട്ടോക്സ് ആയിരിക്കും നന്നായിരിക്കുക, അതാവുമ്പോൾ കുറച്ച് ലോങ് ലാസ്റ്റിംഗ്, കൂട്ടത്തിൽ കളറൂടെ ഓഫർ പ്രൈസിൽ അടിച്ചു തരാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനം അങ്ങോട്ട് മാറ്റി. ഇവനിത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചായിരുന്നു, ബൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടി ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടല്ലേ കിടക്കുക, അതൊന്ന് കേളിയാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത് തുടങ്ങി. ലാസ്റ്റ് അവൻ കോമ്പൊക്കെ വെച്ചിട്ട് എൻ്റെ മുടിയുടെ എൻഡിൽ കുറച്ച് കേളിയൊക്കെ ആക്കി തന്നു കേട്ടോ. അത് നമ്മൾ ഹെയർ വാഷോ അല്ലെങ്കിൽ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഹെയർ സെറ്റ് ചെയ്ത് തന്ന് വിടുന്നതെന്ന് ഏത് മണ്ടനും മനസ്സിലാവും. എന്നിട്ടും അവൻ അത്രയും കോൺഫിഡൻസിൽ കള്ളം പറഞ്ഞതാണ് എനിക്ക് ദേഷ്യമായത്. അതൊന്നും പോരാത്തതിന് ഇവന്റെ അടുത്ത് ഞാൻ ഇതിന്റെ ആഫ്റ്റർ കെയർ ചോദിച്ചപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് പിറ്റേ ദിവസം മുതൽ തല വാഷ് ചെയ്ത് തുടങ്ങാന്നും ഹെയർ ക്ലിപ്സ് പോലുള്ള ആക്സസറീസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ബില്ലടിച്ചപ്പോഴാണ് അതിലും വലിയ കോമഡി. കളറിങ്ങിന് അവരെനിക്ക് 3000 ആണ് ചാർജ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഇതിനെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യാനുള്ള ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓൾറെഡി ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. 3 days കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വീണ്ടും വിസിറ്റ് ചെയ്തു കേട്ടോ. ഹെയർ വാഷ് കോംപ്ലിമെന്ററി ആയിട്ട് ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. 3 days കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹെയറിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഹെയർ വാഷ് കോംപ്ലിമെന്ററി ആണ്. എല്ലാം കൂടെ ആയപ്പോൾ ഞാനവിടെ പോയി മാനേജറിനോട് കംപ്ലൈന്റ് ചെയ്തു കേട്ടോ. മുന്നേ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ നിന്ന് നമ്മളെ പറ്റിക്കപ്പെട്ടു എന്നൊരു തോന്നൽ വന്നാൽ അത് നമ്മളൊന്നും കംപ്ലൈന്റ് ചെയ്യണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ശരി. അതിന് അവർ നല്ലൊരു റെസ്പോൺസ് ആണ് കേട്ടോ തന്നത്. കളറിങ്ങിന് അവന് ഓഫർ ചെയ്തതിനേക്കാട്ടിലും കൂടുതൽ കാശ് മേടിച്ചതിന് കോംപ്ലിമെന്ററി ആയിട്ട് അവരെനിക്കൊരു ഫേഷ്യലും ചെയ്തു തന്നു കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്തൊന്നും അല്ല കിട്ടിയതെങ്കിലും ഞാൻ അവിടെ നിന്ന് ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇറങ്ങിപ്പോകുന്നത്. അത്രയും നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു അവരുടെ. അതായിരുന്നു അവിടുത്തെ പ്ലസ് പോയിന്റ്. നമുക്ക് വീണ്ടും അവിടെ പോകാൻ തോന്നിപ്പിക്കുന്നതും അതായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിലും ചെയ്ത് അവൻ വെടുപ്പായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. സോ അത്രയ്ക്കുള്ള ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.